السلام عليكم ورحمة الله. كيف حالكم أيها الطلاب؟ مرحبا بكم إلى الصف السابع. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാരൻ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലായ സാറ എന്ന പാഠഭാഗമാണ് എടുത്തിരുന്നത്. അതിൽ 3 ഭാഗങ്ങൾ നമ്മളെടുത്തു. സാറ മുസ്അബിനോട് റോട്ടിൽ കളിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതും റോഡ് അപകടമാണ്, അവിടെ കളിക്കുന്നത് ശരിയാവില്ല എന്ന് മുസ്അബ് പറഞ്ഞ മറുപടിയും, അതേപോലെ തന്നെ സയ്യാറ ഇവർ രണ്ടുപേരോടും ശ്രദ്ധിക്കാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കാറ് അവരോട് സംസാരിക്കുന്ന അടുത്ത്. ഇനിയുള്ളത് ഇഷാറയാണ്, സിഗ്നൽ സംസാരിക്കുന്ന ഭാഗമാണ്. മന്നാദാനി അതറൗന ജമീഅൻ അൽവാനി അഹ്മറു അസ്ഫറു അഖ്ളറു ഇൻദി വലഹായ അത്ഫാലു മആനി ഖിഫ് ഹീന തറല്ലൗ അൽ അഹ്മർ വതഹയ്യ ഇൻ ലാഹൽ അസ്ഫർ വംശി ഫഹാദൽ ലൗ ഉൽ അഖ്ളർ വതമഹൽ യാ തിഫ്ലി വഹ്ദർ. അപ്പോൾ ഇഷാറ എന്നാണ് സിഗ്നലിന് പറയാം. അപ്പോൾ ഇഷാറ അവരോട് പറയുന്ന കാര്യമാണ്. മന്നാദാനി ആരാണ് എന്നെ വിളിച്ചത്? അതറൗന ജമീഅൻ അൽവാനി, എൻ്റെ എല്ലാ നിറങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതറൗന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജമീഅൻ അൽവാനി, എൻ്റെ എല്ലാ നിറങ്ങളെയും. അഹ്മറു അസ്ഫറു അഖ്ളറു ഇൻദി, അപ്പോൾ 3 നിറങ്ങളാണ് ഉണ്ടാവുക, നിങ്ങൾക്കറിയാം. അഹ്മർ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്, ചുവപ്പാണ്. അസ്ഫർ യെല്ലോ മഞ്ഞയാണ്. അഖ്ളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണ്, പച്ച നിറമാണ്. അപ്പോൾ 3 നിറങ്ങളാണ് ഉണ്ടാവുക എന്നറിയാം. അഹ്മറു അസ്ഫറു അഖ്ളറു ഇൻദി, എനിക്ക് ചുവപ്പ് മഞ്ഞ പച്ച നിറങ്ങളുണ്ട്. വലഹായ അത്ഫാലു മആനി, ആ നിറങ്ങൾ വെറുതെ അല്ല. വലഹ അവക്കൊക്കെ അത്ഫാലു മആനി, അവക്ക് കുട്ടികളെ അർത്ഥങ്ങളുമുണ്ട്. ഖിഫ് ഹീന തറല്ലൗ അൽ അഹ്മർ, ഖിഫ് നീ നിൽക്കണം. ഹീന തറല്ലൗ അൽ അഹ്മർ, ചുവന്ന നിറം റെഡ് ലൈറ്റ് കാണുമ്പോൾ നീ നിർത്തുക. വതഹയ്യ ഇൻ ലാഹൽ അസ്ഫർ, മഞ്ഞ നിറം കാണുമ്പോൾ സാവകാശമാക്കുക. വംശി ഫഹാദൽ ലൗ ഉൽ അഖ്ളർ, ലൗ ഉൽ അഖ്ളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലൈറ്റ്, പച്ച നിറം കാണുമ്പോൾ നീ സഞ്ചരിച്ചോളൂ. വംശി മഷായംഷി എന്നാണ് നടന്നോളൂ. വതമഹൽ യാ തിഫ്ലി വഹ്ദർ, വതമഹൽ നീ സാവകാശം വേഗത കുറക്കുക. യാ തിഫ്ലി മോനെ, വഹ്ദർ ശ്രദ്ധിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഇഷാറയുടെ ഈ പാർട്ടിൽ, ഈ ഭാഗത്ത്, ഈ ജുസയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. കം ലൗനൻ നുഷാഹിദു ഫിൽ ഇഷാറ, കം ലൗനൻ എത്ര നിറങ്ങളാണ്, നുഷാഹിദു ഫിൽ ഇഷാറ സിഗ്നലിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എത്ര നിറങ്ങളാണ്? ഇതാ ഈ 3ാമത്തെ ലൈനിൽ, 3ാമത്തെ അൽ ബൈത്തിൻ്റെ 3ാമത്തെ വരിയിൽ, അസ്സത്റു സാലിസ് 3ാമത്തെ വരിയിൽ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കാണാം. 3 നിറങ്ങളാണ് ഉണ്ടാവുക. കം ലൗനൻ, അപ്പോൾ നുഷാഹിദു ഫിൽ ഇഷാറത്തി സലാസത്ത അൽവാനിൻ, അപ്പോൾ അതിൻ്റെ ഉത്തരം 3 നിറങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നുഷാഹിദു ഫിൽ ഇഷാറ സലാസത്ത അൽവാനിൻ, 3 നിറങ്ങൾ നമ്മൾ കാണുന്നു എന്നതാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത്. അലാമ യദുല്ലു ലൗ ഉൽ അഹ്മർ, ചുവന്ന ലൈറ്റ് റെഡ് ലൈറ്റ് എന്താണ് അറിയിക്കുന്നത് എന്നാണ്. അപ്പോൾ ഖിഫ് ഹീന തറല്ലൗ അൽ അഹ്മർ, ചുവന്ന നിറം കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞത്? ഖിഫ് നിർത്തുക എന്നതാണ്. അപ്പോൾ യദുല്ലു ലൗ അൽ അഹ്മർ അയ്യഖിഫ സയ്യാറ, വാഹനം നിർത്താനാണ്. അയ്യഖിഫൽ മർക്കബ്, വാഹനം നിർത്തുക എന്നാണ് ചുവന്ന നിറം കാണിക്കുന്നത്. അയ്യു ലൗ ഇൻ യുഷീറു ഇലൽ മഷി, നടക്കാം സഞ്ചരിക്കാം എന്നതിന് ഏത് നിറാണ് കാണിക്കുന്നത്? അവിടെ ഉത്തരം അൽ അഖ്ളർ, ലൗ ഉൽ അഖ്ളർ, പച്ച നിറമാണ്. പച്ച ലൈറ്റ് വരുമ്പോഴാണ്, പ്രകാശം വരുമ്പോഴാണ് സഞ്ചരിക്കേണ്ടത്. ഹാഫിൽ അലാ സലാമത്തിക്ക, ഇത് സാധാരണയായിട്ട് നമ്മൾ ഇഷാറയിൽ, സിഗ്നലിൽ, സൈൻ ബോർഡുകളിൽ, ലൗഹത്തുൽ ഇഷാറ സൈൻ ബോർഡുകളിൽ കാണുന്ന ചില വാചകങ്ങളാണ്. ഹാഫിൽ അലാ സലാമത്തിക്ക, നിൻ്റെ സുരക്ഷ നീ ശ്രദ്ധിക്കുക. ലാ തൽഅബ് ഫിഷാരി, റോട്ടിൽ കളിക്കരുത്. സായിദിൽ അത്ഫാല വൽ കിബാറ അല ഉബൂരി ഷാരിയ, റോഡ് മുറിച്ച് കടക്കാൻ സായിദ് നീ സഹായിക്കുക. അൽ അത്ഫാല ചെറിയ കുട്ടികളെയും, വൽ കിബാറ പ്രായമായവരെയും,
അല അബൂരിഷാരി റോഡ് മുറിച്ച് കിടക്കണം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇങ്ങനെ സൈൻ ബോർഡുകളിൽ ലൗഹത്തുൽ ഇഷാറയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തു എന്നാണ്. അപ്പോൾ ഇതിൽ അത്രയാണ് ആ ഭാഗത്തുള്ളത്. പിന്നെ അടുത്തത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാറ എന്ത് ചെയ്യാണ്? സാറയാണ് വലിയ കുട്ടി, അവൾ റോട്ടിലേക്ക് പോവാണ്. ലസ്തു അഖാഫു മിനസ് സയ്യാറ വ ഇഷാറത്തു ഹാദി സർസാറ യാ മുസ്അബു കുന്നാ ശുജആന ലാകിന്നക അസ്ബഹ്ത ജബാന അന അക്ബറു മിൻക അന അഖ്വ വസഅഖ്റുജു ലില്ലഅബിൽ ആന. അപ്പോൾ ലസ്തു അഖാഫു മിനസ് സയ്യാറ, എനിക്ക് കാറിനെയൊന്നും പേടിയില്ല. ലസ്തു അഖാഫു, ഞാൻ ഭയപ്പെടുന്നില്ല, മിനസ് സയ്യാറ കാറിന്. വ ഇഷാറത്തു ഹാദി സർസാറ, ഈ സിഗ്നൽ എന്നൊക്കെ പറയുന്നത് വെറും ഒരു വിലയില്ലാത്തതാണ്, സിഗ്നലിനൊന്നും വലിയ വില കൊടുക്കേണ്ടതില്ല. യാ മുസ്അബു കുന്നാ ശുജആന, മുസ്അബേ നമ്മളൊക്കെ ധൈര്യവാന്മാരല്ലേ. ലാകിന്നക അസ്ബഹ്ത ജബാന, പക്ഷേ നീ ഇന്ന് ഭീരുവായിട്ടുണ്ട്, പേടിത്തൊണ്ടനായിട്ടുണ്ട്. അന അക്ബറു മിൻക അന അഖ്വ, ഞാൻ നിന്നേക്കാൾ വലുതാണ്, നിന്നേക്കാൾ ശക്തിയും കരുത്തും എനിക്കുണ്ട്. വസഅഖ്റുജു ലില്ലഅബിൽ ആന, അതുകൊണ്ട് ഞാനിപ്പോൾ ദാ റോട്ടിൽ കളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് സാറ റോട്ടിലേക്ക് പോകുന്നതാണ് ഈ സൂറത്തിൽ, ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ലസ്തു അഖാഫു മിനസ് സയ്യാറ വ ഇഷാറത്തു ഹാദി സർസാറ യാ മുസ്അബു കുന്നാ ശുജആന ലാകിന്നക അസ്ബഹ്ത ജബാന അന അക്ബറു മിൻക അന അഖ്വ വസഅഖ്റുജു ലില്ലഅബിൽ ആന. അപ്പോൾ ഞാൻ കാറിനെ പേടിക്കുന്നില്ല. വ ഇഷാറത്തു ഹാദി സർസാറ, ഈ സിഗ്നലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിലയുമില്ലാത്തതാണ്, അതിനൊന്നും വില കൊടുക്കേണ്ടതില്ല. യാ മുസ്അബു കുന്നാ ശുജആന, മുസ്അബേ നമ്മളൊക്കെ ധൈര്യവാന്മാരല്ലേ. ലാകിന്നക അസ്ബഹ്ത ജബാന, പക്ഷേ നീ ഇന്ന് ഭീരുവായിട്ടുണ്ട്. അന അക്ബറു മിൻക അന അഖ്വ, ഞാൻ നിന്നേക്കാൾ വലുതാണ്, നിന്നേക്കാൾ കരുത്തുള്ളവളാണ്. വസഅഖ്റുജു ലില്ലഅബിൽ ആന, അതുകൊണ്ട് ഞാനിപ്പോൾ ദാ കളിക്കാൻ പോവുകയാണ്. ലിമ അഅറളത് സാറ അൻ കലാമിൽ ഇഷാറ, എന്തുകൊണ്ടാണ് സാറ ഇഷാറയുടെ വാക്കിനെ അവഗണിച്ചത് എന്നാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ അവൾ പറഞ്ഞെന്താ, എനിക്ക് കാറിനെയൊന്നും പേടിയില്ല, ഇഷാറ എന്ന് പറഞ്ഞാൽ ഒരു വിലയും കൊടുക്കേണ്ടതാത്തതാണ് എന്നതാണ് സാറ പറഞ്ഞ മറുപടി. തഖ്റുജു സാറ ലില്ലഅബി ഫിഷാരി, അങ്ങനെ സാറ റോട്ടിൽ കളിക്കാൻ വേണ്ടി പുറപ്പെടുന്നു. ഫതറ സയ്യാറാത്തി മുസ്രിഅതൻ വലാ തക്തരിസ്, അപ്പോൾ കാറുകൾ ഇങ്ങനെ വളരെ വേഗത്തിൽ വരുന്നുണ്ട്, അവൾ അതൊന്നും ഗൗനിക്കുന്നില്ല. ഫുജ്അതൻ, പെട്ടെന്ന്, യജ്രി കെൽബുൻ ഫിഷാരി, കെൽബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡോഗ്, ഒരു നായ റോട്ടിലൂടെ ഇങ്ങനെ പെട്ടെന്നാണ് മുറിച്ചു കടന്നുപോയി. ഫതസ്ദുമുഹു സയ്യാറ, ആ നായയെ ഒരു കാറ് ഇടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇത്രയാണ് ഉള്ളത്. ഇനി ഇവിടെ അഖി അസായിഖ്, ഒരു ഡ്രൈവറോട്, വാഹനം ഓടിക്കുന്ന ആളോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാഫിൽ അല ഇഷാറത്തിൽ മുറൂർ, ഒരു വാഹനം ഓടിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളായി സാധാരണ സൈൻ ബോർഡുകളിൽ കാണുന്ന, ലൗഹത്തുൽ ഇഷാറയിൽ കാണുന്ന കാര്യങ്ങളാണ്. ഹാഫിൽ അല ഇഷാറത്തിൽ മുറൂർ, ട്രാഫിക് സിഗ്നലുകൾ ശ്രദ്ധിക്കുക. ഇന്നല്ലദീന മഅക അമാനത്തുൻ ഫി ഉനുഖിക്, കാരണം നിൻ്റെ കഴുത്തിൽ ഉത്തരവാദിത്തമുണ്ട്, അഥവാ നിൻ്റെ ചുമലിൽ കുറേ ഉത്തരവാദിത്തമുണ്ട്, അതായത് നിൻ്റെ കൂടെ ഉത്തരവാദപ്പെട്ടവരുണ്ട്. അഥവാ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഒറ്റക്കല്ലല്ലോ, പിറകിലുള്ളവരുടെയൊക്കെ ഉത്തരവാദിത്തം നിൻ്റെ ചുമലിലാണ്. ഉത്തുറുക്കിൽ മുഹാത്തഫ അസ്ന അൽ ഖിയാദ, ഡ്രൈവിങ്ങിനിടയിൽ, അതാണ് ഖിയാദത്ത് ഡ്രൈവിങ്, അസ്ന അൽ ഖിയാദ ഡ്രൈവിങ്ങിനിടയിൽ, മുഹാത്തഫത്ത് എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുന്നത്, മൊബൈൽ ഉപയോഗിക്കുന്നത് ഉപേക്ഷിക്കുക. അസ്സുറഅത്തു സബബുൽ അക്സരി ഹവാദിസിൽ മുറൂർ, വേഗതയാണ്, സ്പീഡാണ് വാഹനാപകടങ്ങളിൽ, അധിക വാഹനാപകടങ്ങൾക്കും കാരണം അസ്സുറാത്ത്, വേഗതയാണ്. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക? അപ്പോൾ അവിടെ നായയെ ഒരു കാർ ഇടിച്ചു. അപ്പോൾ ഇനി മുസ്അബ് അപ്പോഴാണ് സാറയോട് പറയുന്നത്, അറഅയ്തിൽ കൽബൽ മിസ്കീന സോറ ശുഊരിൽ ആന ഹസീന, അറഅയ്തിൽ കൽബൽ മിസ്കീന ലാ യഫ്ഹമു അൽവാ ഇഷാറ ലാ യൻളുറു യുസ്റ വയമീന അറഅയ്തിൽ കൽബൽ മിസ്കീന, അറഅയ്തിൽ കൽബൽ മിസ്കീന, സാറ ഇപ്പം നീ ആ സാധുവായ നായെ കണ്ടില്ലേ? സോറ ശുഊരി അൽ ആന ഹസീന, ഇപ്പതാ എനിക്ക് ദുഃഖം തോന്നുന്നു. അറഅയ്തിൽ കൽബൽ മിസ്കീന, ആ സാധുവായ നായ നീ കണ്ടില്ലേ? ലാ യഫ്ഹമു അൽവാ ഇഷാറ, ലാ യഫ്ഹമു അൽവാ ഇഷാറ, അതിന് സിഗ്നലിൻ്റെ ലൈറ്റുകളൊന്നും മനസ്സിലാവില്ല. ആ റെഡ് കണ്ടാൽ നിർത്തണം, നിൽക്കണമെന്നും
മഞ്ഞയായ സാവകാശമാക്കണമെന്നും ഗ്രീൻ കളർ വരുമ്പോഴാണ്, പച്ച നിറം വരുമ്പോഴാണ് സഞ്ചരിക്കേണ്ടതെന്നൊന്നും അതിനറിയില്ല. ലാ യൻളുറു യുസ്റ വയമീന, അത് യുസ്റ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗത്തും, വയമീന റൈറ്റ് സൈഡ് വലത് ഭാഗത്തേക്കൊന്നും നോക്കാനും അറിയില്ല. അപ്പോൾ അറഅയ്തിൽ കൽബൽ മിസ്കീന സോറ ശുഊരിൽ ആന ഹസീന അറഅയ്തിൽ കൽബൽ മിസ്കീന ലാ യഫ്ഹമു അൽവാ ഇഷാറ ലാ യൻളുറു യുസ്റ വയമീന. അപ്പോൾ ആ നായയെ കാറിടിച്ചു. മാ സബബു ഹുസ്നി മുസ്അബ്, മുസ്അബിന് ദുഃഖം തോന്നാനുള്ള കാരണം എന്താ? അതുതന്നെയാണ് യസ്തുമന. അവിടെ ആ കെൽബിനെ, നായയെ തസ്ദുമഹു അസ്സയ്യാറ, കാറിടിച്ചത് കണ്ടിട്ടാണ് അവന് ദുഃഖം തോന്നിയത്. കൈഫ വഖഅൽ കൽബു ഫിൽ ഹാദിസ, എങ്ങനെയാണ് ആ ആക്സിഡൻറ്റ് നായക്ക് സംഭവിച്ചത്? നായ ഒന്നും ശ്രദ്ധിക്കാതെ യജിരി കൽബുൻ ഫിഷാരി, റോഡിലൂടെ അത് പെട്ടെന്ന് ഫുജഅത്തൻ പെട്ടെന്ന് മുറിച്ച് കടന്നതാണ് അതിനാ ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഇന്നി ആസിഫത്തുൻ യാ മുസ്അബ് ലാ തഹ്സൻ അബദൻ ലാ തഗ്ലബ് ഫൽകൽബുൽ മിസ്കീനു യുആനി ഹയ്യാ ലിൽ മുസ്തശ്ഫാ നദ്ഹബ്. അപ്പോൾ ഇന്നി ആസിഫത്തുൻ യാ മുസ്അബ്, ഇപ്പോൾ സാറക്ക് കാര്യം ബോധ്യായി. അപ്പോൾ ഇന്നി ആസിഫത്തുൻ യാ മുസ്അബ്, അബേ സോറി, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ലാ തഹ്സൻ അബദൻ ലാ തഗ്ലബ്, നീ വിഷമിക്കണം, നീ ഒരിക്കലും നീ വിഷമിക്കേണ്ടതില്ല, നീ ദേഷ്യപ്പെടേണ്ടതില്ല. ഫൽകൽബുൽ മിസ്കീനു യുആനി, ആ സാധുവായ നായെ നമുക്ക് സഹായിക്കാം. ഹയ്യ ലിൽ മുസ്തശ്ഫാ നദ്ഹബ്, നമുക്ക് ആശുപത്രിയിലേക്ക് അതിനെ കൊണ്ടുപോകാം. ശുക്രൻ മിൻ ഖൽബി ലി ഇഷാറ ഫശാരിഉ നഅരിഫു അഖ്താറ ലാ യസ്ലുഹു അന്നൽ അബ ഫീഹി കൈ ലാ തസ്തുമന സയ്യാറ. അപ്പോൾ ശുക്രൻ മിൻ ഖൽബി ലി ഇഷാറ, അപ്പോൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അത് വെറുതെ അല്ല, അതിന് ഉപകാരമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നുള്ള നന്ദി സിഗ്നലിന് ഞാൻ നൽകുകയാണ്. ഫശാരിഉ നഅരിഫു അഖ്താറ, റോഡിൻ്റെ അപകടമൊക്കെ നമുക്കറിയാം. ലാ യസ്ലുഹു അന്നൽ അബ ഫീഹി, അപ്പോൾ റോട്ടിൽ കളിക്കുന്നത് ശരിയാവില്ല. കൈ ലാ തസ്തുമന സയ്യാറ, നമ്മെ കാറുകളും വാഹനങ്ങളും ഇടിക്കാതിരിക്കാൻ റോട്ടിൽ കളിക്കാതിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കൈഫ അറഫത്ത് സാറ അൻ അഖ്താരി ഷാരി, എങ്ങനെയാണ് സാറ അഖ്താറു ഷാരി, റോഡിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കിയത്? തൊട്ട് മുമ്പിലൊരു സ്വതമത്ത് സയ്യാറത്തു അൽ കൽബ, നായെ ഒരു കാറിടിക്കുന്നത്. റഅത്ത് സാറ, സാറ കണ്ടു. തസ്തുമു സയ്യാറ അൽ കൽബ, കാറ് നായ ഇടിക്കുന്നത് കണ്ടപ്പോഴാണ് സാറക്ക് മനസ്സിലായത് അന്നഖ്താരി ഷാരി, റോഡിൻ്റെ അപകടങ്ങളെക്കുറിച്ച്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇത് അസയ്യിദ ഈമാൻ മുഹമ്മദ് അലി അൽ ഹമദ് എന്ന് പറയുന്ന സഊദിക്കാരിയായ ഒരു കവയിത്രിയുടേതാണ് ഈ ലായാസാറ എന്ന ഈ സംഭാഷണ കവിത. അപ്പോൾ ഇനിയിവിടെ നുറാജി ഉഷ്യർ കവിത ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വനസ്ലു ബൈന ഷഖ്സിയാത്തി വത്തസാരി, ഇതിൽ 4 കഥാപാത്രങ്ങളുടെ ഷഖ്സിയാത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുസ്അബാണ്, മറ്റൊന്ന് സാറയാണ്, മറ്റൊന്ന് സയ്യാറ കാറാണ്, മറ്റൊന്ന് ഇഷാറ സിഗ്നലാണ്. 4 കഥാപാത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 4 കഥാപാത്രങ്ങളിൽ അവർ പറയുന്ന വാചകങ്ങൾ ഇപ്പുറത്ത് കൊടുത്തത് തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അത് നിങ്ങൾ ചേർത്ത് ശരിയാക്കണം. മുസ്അബ് പറഞ്ഞത് ഇതിലേതാണ്? ഇന്നി മുസ്രി അത്തുൻ ഫന്തബിഹു, ഞാൻ വേഗതയുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നെന്തായാലും മുസ്അബ് അല്ല പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞത് ആരാണെന്ന് കണ്ടെത്തുക. അതേപോലെ വംഷി ഹാ വഹാദൽ ലൗഉൽ അഹ്ളർ, ഈ പച്ച പ്രകാശം ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾ സഞ്ചരിച്ചോളൂ. ഇതിവിടെ സാറയുടെ നേരെയാണ് കൊടുത്തിട്ടുള്ളത്, അത് ശരിയായതിൻ്റെ നേരെയാക്കി കൊടുക്കുക. പിന്നെ ലായാസാറ ലായാസാറ, വേണ്ട സാറ വേണ്ട സാറ, ഇതാരാണ് പറഞ്ഞത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ലാ തഹ്സൻ അബദൻ ലാ തഗ്ലബ്, നീ വിഷമിക്കേണ്ടതില്ല ഒരിക്കലും, നീ ഇനി ദേഷ്യപ്പെടേണ്ടതുമില്ല എന്ന് ആരാണ് പറഞ്ഞത്? അപ്പോൾ അത് കറക്റ്റാക്കിയതിന് ശേഷം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഇതുപോലെ വരച്ച് ശരിയായ ഉത്തരം, പ്രസ്താവനയുടെ ആരുടെ പ്രസ്താവനയാണോ നേരെ എഴുതേണ്ടത് അത് കറക്റ്റായതിന് ആക്കി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി അയച്ചു തരണം. ഈ കവിത എഴുതിയ കവയത്രി സയ്യിദ ഈമാൻ മുഹമ്മദ് അലി അൽ ഹമദിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഇവിടെ 29ാമത്തെ പേജിൻ്റെ അവസാനത്ത് കൊടുത്തിട്ടുള്ളത്. ഷാഇറത്തുൻ സൗദിയ, അവരൊരു സൗദിക്കാരിയായ കവയത്രിയാണ്. ദറസത്ത് ഫി ജാമിഅത്തി ദമാം യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിച്ചത്. ഹസരത്ത് അല ബക്കാലുരിയൂസ് ഫിൽ ആദാം, അവർ ലിറ്ററേച്ചറിലുള്ള BA ലിറ്ററേച്ചറാണ്.
അതായത് സാഹിത്യത്തിലുള്ള ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. നുഷിറത്ത് അഷ്ആറുഹ ഫി ജരീദത്തി അൽ ജസീറ വ ജരീദത്തുൽ വത്തൻ അസ്സഊദിയ, സൗദി അറേബ്യയിലെ അൽ ജസീറ മാഗസിനിലും അതേപോലെ തന്നെ പത്രത്തിലും അൽ വത്തൻ പത്രത്തിലുമൊക്കെ ഇവരുടെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ട്. വഹിയ തുഷാരിഖു ഫി മവാഖിഇ വമുൻതദയാത്തിൻ അല ശബക്കത്തിൽ ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പലതരത്തിലുള്ള മത്സരങ്ങളിലും ഒക്കെ അവർ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇവരാണ് ഈ കവിത ലായാ സാറ എന്ന ഷഅറുൻ എഴുതിയിട്ടുള്ളത്. ഈ കവിത മൻലൂം എഴുതിയിട്ടുള്ളത് അവരാണ്. ഇനി ഇവിടെ താഴെ 30-ാമത്തെ പേജിൽ റഖമു സഫ്ഹ 30, 30-ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്ത പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾക്ക് യോജിച്ച കവിതയിലെ വരികൾ കണ്ടെത്താനാണ്. മൻലൂമിലെ ബൈത്തുകൾ, വരികൾ കണ്ടെത്താനാണ്. നഖ്റഉ തസാരീഹ താലിയ, താഴെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ, പ്രസ്താവനകൾ വായിക്കുക. വനഖ്താറു അബിയാത്തൻ തുവാഫിഖുഹ ഫിൽ മഅന, ആശയത്തിൽ അതിനോട് യോജിക്കുന്ന കവിതയിലെ വരികൾ കണ്ടെത്താനാണ്. തഹ്സനു സാറ അലാ വുഖൂഇൽ കൽബി ഫിൽ മുസീബ, സാറ നായക്ക് അങ്ങനൊരു അപകടം സംഭവിച്ചതിൽ വിഷമിക്കുന്നു. ഈ ഭാഗം വരുന്ന വരി അതിൻ്റെ നേരെ എഴുതാനാണ്. തഖിഫു അൽ മറാഖിബു ഇൻദ ളുഹൂരി ലൗഇൽ അഹ്മരി ഫിൽ ഇഷാറ, സിഗ്നലിൽ റെഡ് ലൈറ്റ് കാണുമ്പോൾ വാഹനങ്ങൾ നിൽക്കുന്നു. അശ്ശാരിഉ ലാ യുനാസിബു ലില്ലഅബ്, റോഡ് കളിക്കാൻ പറ്റിയതല്ല. വല്ലഅബു ഫീഹി സബബു ലിൽ ഹുസ്നി വൽ മുസീബ, അവിടെ റോട്ടിൽ കളിക്കുന്നത് അപകടത്തിനും ഖേദത്തിനും കാരണമാകും. യഖ്റുജുൽ മർക്കബു ഇൻദമാ യൽഹറു ലൗഉൽ അഖ്ളറു ഫിൽ ഇഷാറ, സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. സദമത്ത് സയ്യാറത്തു കൽബൻ വഹുവ ലം യഅരിഫ് അൽവാ അൽ ഇഷാറ, കാറ് ഒരു നായയെ ഇടിച്ചു, അതിന് അതായത് ആ നായക്ക് സിഗ്നലിലെ ലൈറ്റുകൾ അറിയില്ല. ഈ ആശയം വരുന്ന വരി അതിൻ്റെ നേരെ എഴുതുക. ല അഖാഫുൽ മറാക്കിബ വല ഹാജത ഇലൽ ഇഷാറ, ല അഖാഫുൽ മറാക്കിബ്, വാഹനങ്ങളെ എനിക്ക് പേടിയില്ല, സിഗ്നലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ആശയം പറഞ്ഞ വരി ഏതാണ്? അപ്പോൾ അതിൽ അവസാനത്തിൻ്റെ ഞാൻ കാണിച്ചു തരാം. അവസാനത്തെ ആ വരി അത് സാറ പറയുന്നതാണ്. എന്താ പറയുന്നത്? ലസ്തു അഖാഫു മിനസ് സയ്യാറ വ ഇഷാറത്തു ഹാദി സർസാറ, എനിക്ക് കാറിനെ പേടില്ല, ഈ സിഗ്നലിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനൊന്നും വില കൊടുക്കുന്നില്ല എന്നത് അവൾ പറഞ്ഞ ആ വരിയാണ്. ആ ആശയം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ ആ വരിയാണ് എഴുതേണ്ടത്, ആ 2 വരികൾ. ഇനി നുൻഷിദു ഷിഅറ വ നഖൂമു ബി തംസീലിഹി, നിങ്ങൾ അതിൽ 4 കഥാപാത്രങ്ങളുണ്ട്, അതിൽ ഓരോ കഥാപാത്രം നിങ്ങളായിക്കൊണ്ട് ആ പദ്യവരികൾ പാടാനാണ്. ഇനി നഖറു വ നതദവഖ്, വായിച്ച് ആസ്വദിക്കാം. മാ റഅയ്തുക, നിങ്ങളെ ഞാൻ കണ്ടില്ല, അതൊരു ചെറിയ തമാശ രൂപത്തിലുള്ള ഒരു ഫുക്കാഹത്താണ്. അഷുർത്തിയു അസായിഖു, 2 പേരാണ് ഇവിടെ ഉള്ളത് ഈ ഹിവാറിലി സംഭാഷണത്തിൽ. ഒന്ന് ഷുർത്തിയാണ്, ഷുർത്തി പോലീസാണ്, സായിഖ് ഡ്രൈവറുമാണ്. അലം തറൽ ഇഷാർ അൽ ഹംറ, പോലീസുകാരൻ ഡ്രൈവറോട് ചോദിക്കുകയാണ്, നീ ആ റെഡ് സിഗ്നൽ കണ്ടില്ലേ? അപ്പം സായിഖ് റഅയ്തുഹ, ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം ഷുർത്തി വലിമാദ ലം തതവഖഫ്, പിന്നെന്തുകൊണ്ടാണ് നീ വാഹനം നിർത്താതിരുന്നത്? വലിമാദ ലം തതവഖഫ്. അപ്പം സായിഖ് മാ റഅയ്തുക ഇൻദൽ ഇഷാറ, പക്ഷേ സിഗ്നലിൻ്റെ അടുത്ത് നിങ്ങളെ ഞാൻ കണ്ടില്ല, അഥവാ പോലീസിനെ ഞാൻ അവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് നിർത്താതിരുന്നത് എന്നാണ്. ഇത്രയാണ് ഈ ഹിവാർ ഉള്ളത്. ഈ ഫുക്കാഹത്താണ്, ഒരു തമാശയാണത്. 31-ാമത്തെ പേജിൽ നോക്കിക്കോളൂ. വാഹിദു വസലാത്തീൻ റഖമു സുഫ്ഹ നുഇദ്ദു മുദക്കിറ അൻ അഖ്ലാഖി സാറ അല ലൗഇ ശഅർ, ഈ കവിതയിൽ വന്ന ഈ വരികളുടെ അടിസ്ഥാനത്തിൽ സാറയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ളൊരു മുദക്കിറ തയ്യാറാക്കാനാണ് കുറിപ്പ്. തയ്യാറാക്കേണ്ട രൂപം നിങ്ങൾ ആ ക്ലാസ്സിലൂടെ, വിക്ടേഴ്സ് ചാനലിൻ്റെ ക്ലാസ്സിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൻ്റെ ഇതിൻ്റെ വീഡിയോൻ്റെ ശേഷം ഗ്രൂപ്പിലിടുന്നതാണ് ഇൻഷാ അല്ലാഹ്. നഖറ ഉൽ ഹിക്കായ, ഇനി നമുക്ക് എടുക്കാനുള്ളത് സുറഅത്തു ഖാത്തില എന്ന ഇതുമായി ബന്ധപ്പെട്ട ട്രാഫിക് ഇഷാറത്തുൽ മുറൂറുമായി ബന്ധപ്പെട്ട് ട്രാഫിക് സിഗ്നലുകളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇനി അടുത്തെടുക്കാനുള്ളത്. അപ്പോൾ ഇത്തിരി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഭാഗം പേജ് നമ്പർ 30-ലുള്ള പ്രസ്താവനകളുടെ നേരെ ആ ആശയം വരുന്ന കവിതയിലെ വരികൾ എഴുതുക. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി. അത് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വർക്കാണ്. കഥാപാത്രങ്ങൾ ഇവിടെ 4 പേരെ കൊടുത്തിട്ടുണ്ട്. മുസ്അബ്, സാറ, സയ്യാറ, ഇഷാറ. ഇവർ പറയുന്ന പ്രസ്താവനകൾ, ഈ കവിതയിൽ വന്ന വാചകങ്ങൾ
ഇതിൽ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞത് കറക്റ്റാക്കി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി അതും അയച്ചുതരാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്യാനുള്ളത്. ഇലൽ ലിഖാ മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.